ഇതാമേ പാല്. മാധവൻ കുളിച്ചോ മോളെ? നീ പഞ്ചസാരയും കൊടുത്ത്. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇവിടുന്ന് മാറുന്ന കാര്യം എന്തായി? ഇത് ടൗണല്ലേ അമ്മേ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഈ വീട് തന്നെ നമ്മൾ 250 രൂപയല്ലേ വാടക കൊടുക്കുന്നത്? 5 വീട്ടുകാർ കൂടി ഒറ്റ കുളിമുറിയാ. ഒന്ന് സ്വൈര്യമായി കിടക്കാൻ തന്നെ സൗകര്യമില്ലാത്ത ഈ വീടിന് ഇത്രയും വാടക കൊടുക്കുന്ന എന്തിനാ? ഞാൻ സന്തോഷിച്ചു കൊടുക്കുകയല്ലോ, ഹൗസ് ഓണർ പിടിച്ചു വാങ്ങിക്കല്ലേ. എടി ലതികേ, ലതികേ, എന്താ ഏട്ടാ? ആണുങ്ങളുടെ തിരക്കൊഴിയുമ്പോ കുളിമുറി കയറിയാ മതി കേട്ടാ. ഒക്കെ വായി നോക്കിയാ. ഈശ്വര, ചതിച്ചു എന്നാ തോന്നുന്നത്. എന്ത് പറ്റി മോനെ? പൂവിനംകൂട്ടി അധികാരിയുടെ മോൻ സേതു അവിടെ നിൽക്കുന്നമ്മേ. ഓ, ഞാൻ അകത്തേക്ക് വിളിക്കും മോനെ. അമ്മ മിണ്ടാതെ എവിടെ ഞാൻ ഇരുന്നോ, വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ട. നിന്റെ കൂടെ പഠിച്ചവനല്ലേ? അധികാരിയുടെ വീട്ടിൽ നിന്ന് എത്ര കഞ്ഞി വെള്ളം കുടിച്ചിരിക്കുന്നു. ഞാൻ അകത്തേക്ക് വിളിക്കണവനെ. അമ്മ മനുഷ്യനെ ഭ്രാന്ത് പഠിപ്പിക്കരുത്. അടുപ്പ സ്നേഹമൊക്കെ നാടിച്ചു നിൽക്കാൻ മതി. ഒരു ജോലിയും കൂലി ഇല്ലാത്തവനാ, വലിയ ബാധ്യതയാവും. ആരാ ആരാ? അയ്യോ, ഇതാര്? എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. നിന്നെ പറ്റി ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല കൂട്ടുകാരാ. സുഖാണോ? അങ്ങനെയൊക്കെ കഴിയുന്നു കുഞ്ഞെ. ഏതോ ക്ഷീണിച്ചു പോയിരുന്നു. ഭയങ്കര അലച്ചിലായിരുന്നു. നീ അങ്ങ് വളർന്നു പോലടില്ലേ? അധികാരി മരിച്ചപ്പോ വരണമെന്ന് വിചാരിച്ചതാ. ഇവന് ഒഴിവ് കിട്ടിയില്ല. നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന നല്ല നാളുകളാ. സേതുവാ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അല്ല, സേതുവിന് ചായ കൊടുക്കണ്ടേ? ചായ ഞങ്ങൾ വഴി കുടിച്ചോളാം. അല്ലേടാ? ഞാനേ ബോംബെന്ന് വരാ. ട്രെയിനിൽ വന്ന് റിസർവേഷൻ ഒന്നും ഇല്ലായിരുന്നു. കക്കൂസിലിരുന്നായിരുന്നു യാത്ര. ഭയങ്കര ക്ഷീണം. ഒന്ന് കുളിക്കണം, സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അല്ല, നീ വേണേ പോയിക്കോടാ, നമുക്ക് വൈകിട്ട് കാണാം. മാധവൻ പോയിക്കോ, സേതു ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അല്ല, നീ വരുന്നതിന് മുമ്പ് ഞാൻ ഉണരുകയാണെങ്കിൽ ഞാൻ നിന്റെ ഓഫീസിലോട്ട് വരാം. എവിടാ നിന്റെ ഓഫീസ്? ഓഫീസ് ഗാന്ധി നഗറിലെ. ചേച്ചി, ഞാൻ ഇന്ന് കാണാനായിട്ട് 2 കൈ മാത്രം കണ്ടോളാം അവള് പറഞ്ഞ. ഇല്ലടി, എന്നാലും ജനൽ തുറന്നിട്ടുണ്ട്. ആരെങ്കിലും കിടക്കുന്നു. സമാധാനമല്ലേ? ഇനി മേലാൽ സൂക്ഷിക്കണം കേട്ടോ മോളെ. ഞാനൊന്നും ചെയ്യരുത്. ആ സ്റ്റേഷനിൽ പോലീസേ ഉള്ളൂ. എസ് ഐ അല്ലേ സ്റ്റേഷനില്? ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോടാണല്ലോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നത്. നിങ്ങളാണോ അങ്ങോട്ട് കൂലി കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത്? ഇവിടെ സംഭവം എന്താ? ഞങ്ങൾക്കാർക്കും ഇവിടെ മനസ്സമാനത്തോടെ ജീവിക്കണ്ടേ? കഴിഞ്ഞ ബുധനാഴ്ച എഞ്ചിനീയറുടെ വീട്ടിലെ ഓടളക്കി കള്ളനകത്ത് കിടക്കാൻ ശ്രമിച്ചു. ഇവിടെ ഈ നാട്ടുകാരൊക്കെ കൂടെ ഓടിച്ചു വിട്ടു. കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറി ആയിപ്പോയി. ദേ, ഇന്നലെ രാത്രി ഈ കുട്ടിയുടെ കഴിച്ചു കിടന്ന മാല പൊട്ടിക്കാൻ ആ കള്ളൻ പിന്നെ വന്നിരിക്കുന്നു. ആ കള്ളൻ തന്നെയാണ് പിന്നെയും വന്നതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അത് ഞാൻ ഊഹിച്ചതാ. വേണ്ട, ഊഹിക്കാൻ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കഴിഞ്ഞ തവണ നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി? ചിലരൊക്കെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു തണുപ്പ നയമാണ് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിലേ എനിക്ക് ഹോം മിനിസ്റ്റർ വിളിച്ച് പറയേണ്ടി വരും. അതുകൊട്ടെ, ഏത് വീട്ടിലാ സംഭവം നടന്നത്? ഞങ്ങളുടെ വീട്ടിലാ. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഇല്ല, ഇവിടെ കുട്ടികളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അങ്ങൊരാണല്ലേ? അതിപ്പോ ഈ സ്ത്രീകളെന്താ എങ്ങനെ പെരുമാറണേ? മാറിക്കോ, ഇവിടെ എന്നാ മതി. ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് വരാം. കടക്കൂ പുറത്ത്. അധികാരത്തിന്റെ ലാത്തി കാണിച്ചെന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ക്രൂരതയുടെ ആ കാക്കിക്കുപ്പായം അഴിച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. സംഭവം നടന്നത് എത്ര മണിക്കാണ്? ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. എനിക്കിനി മേൽകീഴ് നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും.
നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തും. പാടാ പറയാനാ പറഞ്ഞത്. എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. എന്താ മഹാപെശകാണ് ഞാൻ. ആ മുട്ടത്തറിന് ഭ്രാന്തുണ്ടോ? എന്താ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി അവന്റെ മോന്തര ഷേപ്പിലാൻ പറ്റും. അല്ല കുട്ടിത്തിൽ സാർ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ മുറിയിൽ ഒച്ചയും ബഹളും. ഏതോ പുതിയ വാര്യക്കാർക്ക് വേണ്ടി കുറ്റാന്വേഷണം എഴുതും അത്രേ. എങ്കിൽ പിന്നെ പോലീസിനെ വിളിപ്പിച്ചെന്തിനാ? അയാൾ പോയി കുറ്റാന്വേഷണം കണ്ടുപിടിക്കട്ടെ. ഇതെന്താ പോലീസും പട്ടാളമൊക്കെ? പട്ടാളമൊന്നുമില്ല, പോലീസ് മാത്രമേ ഉള്ളൂ. ഏതാ ഇവൻ? കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഇന്നലെ രാത്രി ഈ പെൺകുച്ചിന്റെ കഴുത്ത് കയറി പിടിച്ച് നീ അവിടെ. മര്യാദക്ക് സംസാരിക്കണം. ഞാൻ പോലീസ് കോൺസ്റ്റബിൾ ആണ്. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മര്യാദകളാവാം. എന്ത് പറ്റി? ആളുകൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ കോളനി എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനിവിടെ എന്തെങ്കിലും സംഭവിക്കണ്ടേ? ഒന്നുകിൽ ഒരു കത്തിക്കുത്ത്, അല്ലെങ്കിൽ മനോഹരമായ ഒരു കൊലപാതകം. ഒന്ന് ശ്രമിച്ചു നോക്ക്. അവിടെ നിൽക്കണം. നിങ്ങൾ ഈ കോളനിയിൽ താമസിക്കുന്ന ആളാണോ? എനിക്ക് എല്ലാവരെയും സംശയമുണ്ട്. ഇന്നലെ രാത്രി ഈ പെങ്കുച്ചിന്റെ കഴുത്തി കിടന്ന മാല പൊട്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ചേക്കൊന്ന് മാറില്ലേ? നാളെ ഇന്നലെ രാത്രിയും കേട്ടല്ലോ ഇയാൾ ഒച്ചയും ബഹളവും. ഏതോ ഒരു കിളിയെഴുത്തുകാരനാണെന്നും പറഞ്ഞ് കുട്ടികളുടെ അച്ഛനെ ചീത്ത വിളിച്ചതാ. കോളേജ് പ്രൊഫസറാത്രേ. മൂക്കറ്റം കുടിച്ചു കിടക്കുന്ന ഇവന്റെയൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ കഷ്ടകാലം. എത്ര കുടിച്ചാലും ഈ കോളനിയിൽ അല്പം സ്വഭാവം അങ്ങനെ മാത്രമേ ഉള്ളൂ. ഞാൻ ഹോം മിനിസ്റ്റർ വിളിച്ച് പറയാം. അതാ നല്ലത്. ആ അദ്ദേഹം വന്നു. വാ. ഒരു ലോറിക്ക് 5000 വെച്ച് പിന്നെ അവന്മാര് കൂട്ടി. കാട്ടിലെ മരം തേവയുടെ ആന, വലിയടാ വലി. എന്തോ ചെയ്യും? എത്ര ലോഡുണ്ടായിരുന്നു? 10 ഉണ്ടായിരുന്നു. കുറച്ച് ഐസ് വാട്ടർ കിടത്തെ 15-50 രൂപ ഒറ്റയടിക്കങ്ങ് മാറിക്കിട്ടി. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീർന്നു. പെരിന്തൽമണ്ണ എത്തിയപ്പോ ദാ നിൽക്കുന്നു സ്പെഷ്യൽ കോഡുകാരൻ. രാത്രി മണി 2 ഉറക്കുളച്ച് നിൽക്കുക. ചെറ്റകള് കൈക്കൂലി വാങ്ങാം. 10,000 വാങ്ങിയ അവന്മാര് പറയുക, മുതലാളി സാധനം സ്പിരിറ്റാണ്, രായ്ക്ക് രാമാനം വീതം വെച്ച് അതാത് ഷാപ്പുകളിൽ എത്തിച്ചില്ലെങ്കിൽ സംഗതി കുഴപ്പമാണ്. എന്തോ ചെയ്യും? പാവപ്പെട്ട മുതലാളിമാരെ ഒരു ജീവിക്കാൻ സമ്മതിക്കില്ല. കാര്യമായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം അത്യാവശ്യമായിട്ട് വന്നിരിക്കുക. അതിനല്ലേ വർക്കിച്ചോ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. ഇത്തവണ കോർപ്പറേഷൻ. ചുമ്മാരി അവളുടെ ഒരു ഓപ്പറേഷൻ. ആദ്യം കോർപ്പറേഷൻ, പിന്നെ അസംബ്ലി. നീ ഒരു ചായ എടുക്ക്. സ്വാമിയുടെ അവന്റെ ഇറച്ചിരുന്ന് പഠിക്കുക. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്. മതി, പുരോഗതിയുണ്ട്. ഒന്നുമില്ല, റിയാക്ഷൻ കിട്ടിയല്ലോ. കോൺസ്റ്റബിൾ വന്നപ്പോ പറഞ്ഞാലെന്ന് വിചാരിച്ചതാ. എന്തോന്ന്? വലിയ പുണ്യാളം ചമ്മയൊന്നും വേണ്ട. എന്തായിരുന്നു ടോമിയുടെ ഉദ്ദേശം? ഈ കൊച്ചു എന്തൊക്കെയാ പറയുന്നത്? ഈ വേഷം കൂടെ നിന്റെ അടുത്ത് വേണ്ട. ജനന്റെ ഇടയിൽ കൂടി എന്നെ കയറി പിടിച്ച് എന്തിനാന്നാ ചോദിച്ചത്. ഞാൻ ആരെ കയറി പിടിച്ചൊന്നുമില്ല. വിളിച്ചുണർത്തി ഒരു കാര്യം പറയാന്ന് വെച്ചപ്പോ. പാതിരാത്രിക്കാണോ കാര്യം പറയുന്നത്? യഥാർത്ഥ സ്നേഹത്തിന് നേരവും കാലം ഒന്നുമില്ല. ഞാൻ ടീച്ചറിന്റെ സ്കൂളിലൊന്ന് വരണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. വിശേഷിച്ച് വിശേഷമൊന്നുമില്ല, സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട്. ടോമിക്ക് കാണാൻ മാത്രം അവിടെ ഒന്നുമില്ല. പെമ്പിള്ളേരൊക്കെ ദേ ഇത്ര വലിപ്പമുള്ളൂ. പോട്ടെ.